So നമ്മൾ ടൈപ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. The second type was esophageal atresia with a proximal tracheoesophageal fistula. ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ മടക്കണ്ട. There is esophageal atresia with a proximal tracheoesophageal fistula where the proximal pouch is connected to the trachea. This occurs in about 2% of the cases. The stomach is small and it is gasless. There is long gap between the two esophageal ends. The next type is esophageal atresia with distal tracheoesophageal fistula, which occurs in about 85% of the cases. This is the most commonest type. ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതിയാൽ മതിയാവും. There is esophageal atresia. There is a proximal blind esophageal pouch. The distal esophageal pouch is connected with the trachea. So ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ proximal pouch എങ്ങും നിൽക്കാതെ ഒരു ബ്ലൈൻഡ് പൗച്ച് ആയിട്ടാണ് കാണപ്പെടുന്നത്, while the distal pouch is connected to the trachea. So ഒന്നുകൂടെ പറയാം, esophageal atresia with a distal tracheoesophageal fistula. This is the most commonest type, occurring in about 85% of the cases. There is a proximal blind esophageal pouch. The distal esophageal pouch is connected to the trachea. ഇവിടെ അബ്ഡോമൻ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ട്രക്കിയയും അതുപോലെ തന്നെ അബ്ഡോമനും കണക്റ്റഡ് ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഈ ട്രക്കിയയിലേക്ക് വരുന്ന എയർ കുറച്ച് ലീക്കായിട്ട് അബ്ഡോമനിലേക്ക് പോവും. അപ്പോൾ വയറെങ്ങനെയായിരിക്കും, അത് വീർത്ത് കെട്ടിയിട്ടായിരിക്കും ഇരിക്കുക അല്ലേ. സോ ഹിയർ യു ക്യാൻ സീ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. ആദ്യത്തെ രണ്ട് ടൈപ്സിലും ദർ വാസ് ഗ്യാസ്ലെസ് അബ്ഡോമൻ ഓർ സ്മോൾ സ്റ്റൊമക്, while in the third type where there is a distal pouch, there is enlarged abdomen. The next type is esophageal atresia with a proximal and a distal tracheoesophageal fistula. This occurs in about 1% cases. It is also known as a double fistula. Here you can see esophageal atresia. Both the esophageal pouch, that is the proximal pouch and the distal pouch, they are connected to the trachea. So this is the fourth type, proximal and distal fistula or double fistula. This occurs in about 1% of the cases. You can see esophageal atresia. There is a proximal pouch and a distal pouch. Both the pouches are connected to the trachea. ഇവിടെ abdomen എങ്ങനെയായിരിക്കും, അബ്ഡോമൻ വുഡ് ബി എൻലാർജ്ഡ് അല്ലേ. ഇവിടെ ട്രക്കിയയും അതുപോലെ തന്നെ ഡിസ്റ്റൽ പൗച്ചും കണക്റ്റഡ് ആയതുകൊണ്ട് ട്രക്കിയയിലേക്ക് വരുന്ന എയർ വീണ്ടും സ്റ്റൊമക്കിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ദെയർ ക്യാൻ ബി എൻലാർജ്ഡ് അബ്ഡോമൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടാവും അല്ലേ, ഇവിടെ പ്രോക്സിമൽ പൗച്ചും ട്രക്കിയയായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വായിക്കൂടെ എന്ത് കഴിച്ചാലും അത് ട്രക്കിയയിലേക്ക് ലീക്ക് ആവും. സോ ദെയർ ക്യാൻ ബി ആസ്പിറേഷൻ ഓൾസോ. And the last type is H-type or N-type fistula. ഇവിടെ there is no esophageal atresia. Esophagus ഒരു continuous tube ആണ്. There is no esophageal atresia, but there is a connection between the esophagus and the trachea, which has the shape of N or H. ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ it gives the shape of N. However, if it is straight, there is H-type fistula. This occurs in about 6% of the cases. ഇവിടെ എന്താ ഉണ്ടാവുക, ഗ്യാസ് അബ്ഡോമനിലേക്ക് പോവും. അപ്പോൾ ദർ ക്യാൻ ബി എൻലാർജ്ഡ് അബ്ഡോമൻ. അതുപോലെ തന്നെ ഇസോഫാഗസിൽ നിന്ന് താഴേക്ക് വരുന്ന സാധനങ്ങൾ കുറച്ച് ട്രക്കിയയിലേക്കും പോവും. ദർ ക്യാൻ ബി ആസ്പിറേഷൻ ഓൾസോ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രക്കിയോഇസോഫാഗൽ ഫിസ്റ്റുല. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പടമൊക്കെ ഒന്ന് വരച്ച് പഠിച്ചിട്ട് ഒന്ന് തന്നെത്താനെ എഴുതാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ പ്ലീസ് പേ അറ്റൻഷൻ ആൻഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ ഫിഗർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ടൈംസ് ഇറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി എക്സാംസ്. Now coming to the clinical manifestations of tracheoesophageal fistula. So ഇവിടെ tracheoesophageal fistula ഉണ്ടാവുമ്പോൾ എന്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആവും ഉണ്ടാവുക?
So there can be excessive salivation or drooling. എന്തുകൊണ്ടാ? ഇസോഫാഗിയൽ അട്രീഷ്യ ഉണ്ടാവുമ്പോൾ നമ്മളുടെ പ്രോക്സിമൽ പൗച്ചും ഡിസ്റ്റൽ പൗച്ചും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല അല്ലേ. അപ്പോൾ വായി കൂടെ നമ്മൾ തുപ്പലൊക്കെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ അത് പ്രോക്സിമൽ പൗച്ചിൽ കെട്ടിക്കിടക്കും. അതിനൊരു പരിധി ഉണ്ട് അല്ലേ. അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് വെളിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വൈ ദ ചൈൽഡ് വിൽ ഷോ എക്സസീവ് സലൈവേഷൻ ആൻഡ് ഡ്രൂളിംഗ് ഓഫ് സലൈവ. ഈ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ തുപ്പൽ ഒലിപ്പിച്ചിട്ടായിരിക്കും ഇരിക്കുക ജനിക്കുന്ന സമയം മുതൽ. ദാറ്റ് ഈസ് ബിക്കോസ് ദ contents that is swallowed from the mouth is not passed down to the esophagus or the stomach. It remains in the proximal pouch. Proximal pouch നിറഞ്ഞു കഴിയുമ്പോൾ അത് വെളിയിലേക്കായിട്ട് വരും. And the 3 C's of TEF are choking, coughing and cyanosis. ഇതിൻ്റെ ഓരോന്നിൻ്റെ റീസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തുകൊണ്ടാണ് ചോക്കിങ് ഉണ്ടാവുക? ഫിസ്റ്റുല ഉണ്ടാവുമ്പോൾ if there is connection between the proximal fistula and the trachea, the contents that is in the proximal pouch can be aspirated into the trachea അല്ലേ. അപ്പോൾ കുട്ടി ചോക്ക് ചെയ്യും, കഫ് ചെയ്യും, പിന്നെ കുട്ടിക്ക് സൈനോസിസ് ഉണ്ടാവും. സോ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇസോഫാഗസ് ഒരു ബ്ലൈൻഡ് പൗച്ച് ആയതുകൊണ്ട് the contents are not passed down to the stomach. When the esophagus is full, there can be excessive salivation and drooling. Due to aspiration into the trachea, there can be 3 C's, which is coughing, choking and cyanosis. ഈ 3 C's of TEF വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലയിടത്തും ചോദിക്കാറുണ്ട്, which is coughing, choking and cyanosis. Other than this, the other symptoms include apnea. Apnea ഉണ്ടാവുന്നത് again that is due to aspiration. There can be increased respiratory distress after feeding. എന്തുകൊണ്ടാണ്? ഫീഡിങ്ങിന് ശേഷം immediately after feeding, all those feed may be aspirated into the trachea, which may result in increased respiratory distress. So കുറച്ചൊക്കെ respiratory distress ഇവർക്ക് നോർമൽ ടൈമിൽ ഉണ്ടായാലും they will show an increase in respiratory distress immediately after feeding. There can be abdominal distension. എന്തുകൊണ്ടാണ്? The air in the trachea may leak into the abdomen, which may result in abdominal distension. സോ ഈ മാനിഫെസ്റ്റേഷൻസ് കണ്ടീഷൻ ഇതുവരെ ക്ലിയർ ആണെങ്കിൽ തന്നെ എഴുതാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, പ്രോക്സിമൽ പൗച്ചിലെ കണ്ടന്റ് ഡിസ്റ്റൽ പൗച്ചിലേക്ക് പോവാത്തത് കൊണ്ട് ഇറ്റ് മേ ഗെറ്റ് കളക്റ്റഡ്. വൺസ് ഇറ്റ് ഇസ് ഫുൾ ഇറ്റ് മേ ലീക്ക് ഔട്ട് ഓഫ് ദ മൗത്ത്, വിച്ച് മേ റിസൾട്ട് ഇൻ എക്സസീവ് സലൈവേഷൻ ആൻഡ് ഡ്രൂളിംഗ് ഓഫ് സലൈവ. 3 C's ഡ്യൂ ടു ആസ്പിറേഷൻ. ആസ്പിറേഷൻ ഉണ്ടാകുമ്പോൾ കഫിംഗ്, ചോക്കിംഗ് ആൻഡ് സൈനോസിസ്. There can be apnea. There can be increased respiratory distress immediately after feeding. Abdominal distension ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഉണ്ടാവുക? Due to the escape of gas into the abdomen from the trachea. The other clinical manifestations include, at birth, the infant will have excessive mucus in the nasopharynx and may froth, drool, cough, sneeze and choke. സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഈ ഡ്രൂളിങ്, കഫിങ്, സ്നീസിങ്, ചോക്കിങ് ഇതൊന്നും കുട്ടികൾക്ക് സാധാരണ ഉണ്ടാവില്ല. സോ ഇവർ ജനിച്ച് കഴിയുമ്പോൾ തന്നെ നേസോഫാരിഞ്ചൽ റീജിയനിൽ ഭയങ്കരമായിട്ട് കട്ടിയുള്ള മ്യൂക്കസ് ഉണ്ടാവും. അതുപോലെ തന്നെ വായിക്കൂടെ എപ്പോഴും ഇങ്ങനെ സലൈവ ഫ്രോത്ത് ചെയ്ത് വെളിയിലേക്ക് ഡ്രൂൾ ചെയ്തുകൊണ്ടിരിക്കും. ദർ ക്യാൻ ബി കഫിങ്, സ്നീസിങ് ആൻഡ് ചോക്കിങ്. Cyanosis may be also evident. On feeding, the feed suddenly returns through the nose and mouth. The infant cough, choke, become cyanotic and respirations may cease. സോ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഇതൊക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന ഫീഡ് നോസിൽ കൂടെയും മൗത്തിൽ കൂടെയും ഒക്കെ വെളിയിലേക്ക് വരും. ഇൻഫൻറ്റ് പെട്ടെന്ന് കഫ് ചെയ്യും, ചോക്ക് ചെയ്യുകയും ചെയ്യും. ദർ ക്യാൻ ബി സൈനോസിസ് ആൻഡ് റെസ്പിറേഷൻസ് മേ സീസ്. So these are the manifestations. മറ്റേൻ്റെ elaboration മാത്രമാണ് ഇത്. At birth, the infant will have excessive mucus in the nasopharynx, may froth, drool, cough, sneeze and choke. Cyanosis may be evident. Immediately after feeding, the feed returns through the nose and mouth. The infant cough, choke, become cyanotic and the respirations may cease. If the lower trachea or the distal pouch is connected to the stomach, there can be pneumonitis. എന്തുകൊണ്ടായിരിക്കും ഇത്? Because stomachിലുള്ള HCl that may escape into the trachea and this can lead to pneumonitis.
So if the lower trachea is connected to the stomach, there